കേരളത്തിൽ ക്രിസ്തീയ മതഗ്രന്ഥത്തിലെ വിഷയങ്ങളും ക്രൈസ്തവ സഭയുടെ നിലപാടുകളും ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു അച്ഛനാണ് കാപ്പിപ്പൊടി അച്ഛൻ. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അദ്ദേഹം മതത്തിൻ്റെ ആയിട്ടുള്ള വീക്ഷണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവരുടെ ഇടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വിഷയം, ഭർത്താവിന് ആഗ്രഹമുള്ളപ്പോഴൊക്കെ ശരീരം പങ്കുവയ്ക്കാൻ ഭാര്യ മനസ്സ് കാണിക്കണം, അതിന് പ്രായമൊരു തടസ്സമാകരുത്. ഇത് ഭാര്യ-ഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. ഭർത്താവിൻ്റെ ശാരീരിക ആവശ്യങ്ങൾ ഭാര്യ നിറവേറ്റണം എന്നുള്ളതാണ് കുടുംബജീവിതത്തിലെ ഒരു ഘടകം. അത് നിർബന്ധമല്ല, അതൊരു അത്യാവശ്യമാണ്. കാരണം ആണുങ്ങളുടെ ശാരീരിക ആവശ്യമാണ് ലൈംഗികത. അത് പെണ്ണുണ്ടെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാകുന്നുള്ളൂ. അത് സഭയുടെ ചട്ടക്കൂട് പ്രകാരം ഭാര്യയിൽ നിന്നാണ് അത് കിട്ടേണ്ടത്. അല്ലെങ്കിൽ ഭൗതികവാദികളുടെ നിലപാട് പ്രകാരം അത് ആരിൽ നിന്നും ആവാം. കാമുകി, മറ്റൊരാളുടെ ഭാര്യ, എങ്ങനെ വേണേലും ആവാം. അദ്ദേഹം ഒരു സഭയുടെ അച്ഛനായതുകൊണ്ട് സഭയുടെ ചട്ടക്കൂടിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഇന്നത്തെ കാലത്ത് അവിഹിത ബന്ധം പെരുകിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഭാര്യയിൽ നിന്ന് മാത്രമല്ല ലൈംഗികത ആസ്വദിക്കുന്നത്. കാമുകിമാരുടെ അടുത്തും വേശ്യകളുടെ അടുത്തും മറ്റ് പല സ്ത്രീകളുടെ അടുത്തും പല ആണുങ്ങളും ലൈംഗിക സുഖം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ലൈംഗികത ആസ്വാദകരമായി തീരണമെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഗാധ്യമായ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അഗാധ്യമായ ബന്ധമില്ല, വൈകാരികമായ ഒരുക്കമില്ല, ശാരീരികമായ ഒരുക്കമില്ല എന്ന് വരികിൽ ആ ലൈംഗികത ഒരു പരാജയമായിരിക്കും. പ്രത്യേകിച്ചും ശാരീരിക പൊരുത്തം അത്യന്താപേക്ഷിതമാണ്. കല്യാണം കഴിക്കുമ്പോൾ അധികം പേരും ശാരീരിക പൊരുത്തമല്ല നോക്കുന്നത്, അവർ സാമ്പത്തിക നിലവാരമാണ് നോക്കുന്നത്, സാമ്പത്തിക കെട്ടുറപ്പാണ് നോക്കുന്നത്. അതുകൊണ്ട് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും പലർക്കും വിഷമം വന്നാലും വിഷമം വന്നില്ലെങ്കിലും ഒരു കാര്യം തുറന്ന് പറയുകയാണ്, ഒരുപാട് പേരുടെ ലൈംഗിക ജീവിതം പരാജയമാണ്. അവിഹിത ബന്ധം പെരുകാനുള്ള അനവധി കാരണങ്ങളുള്ളൊരു കാരണം ലൈംഗികതയാണ്. ലൈംഗിക ആവശ്യം കുടുംബത്തിൽ വേണ്ടവണ്ണം നിറവേറപ്പെടുന്നില്ല. പല സ്ത്രീകളും ഭർത്താവിൻ്റെ കൂടെ സഹകരിക്കുന്നില്ല. അവർക്ക് അവരുടെ സമയത്തും കാലത്തുമാണ് അവർ ഭർത്താവിനോട് സഹകരിക്കുന്നത്. അപ്പോൾ ഈ പരാജയം എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്.